അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസും അലൈഹിം മാ അനിത്തും ഹരീസും അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا وسبح بحمد ربك واستغفره إنه كان توابا. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, ന്യൂ ജനറേഷൻ മക്കളെ, ലോകാവസാനം എന്ന വിഷയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ അന്ത്യനാളിൽ വിശ്വസിക്കൽ ഓരോ മുസ്ലിമിൻ്റെയും കടമയാണ്, കർത്തവ്യമാണ്. ഒരു മുസ്ലിമിന് പരിപൂർണ മുസ്ലിമാകണമെങ്കിൽ ഈ ലോകത്തിനൊരു തുടക്കമുണ്ട്, പ്രത്യക്ഷമുണ്ട്, പരോക്ഷമുണ്ട്, ഒടുക്കമുണ്ട് എന്ന് വിശ്വസിക്കലാണ് യഥാർത്ഥ ഈമാൻ, യഥാർത്ഥ വിശ്വാസം. ലോകം പടച്ച ആ കാലഘട്ടം മുതൽ അള്ളാഹു സൃഷ്ടിപ്പിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 6 ദിവസം കൊണ്ടാണ് നാം ഇന്ന് കാണുന്ന ആകാശങ്ങളും അതുപോലെ തന്നെ ഭൂമിയും പർവ്വതങ്ങളും കടലുകളും പുഴകളും നദികളും എല്ലാം അള്ളാഹു 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ചു. കേവലം നമ്മൾ 6 ദിവസം എന്ന് പറയുമ്പോൾ ഇന്നത്തെ ദിവസം പോലത്തെ ദിവസമായിരുന്നില്ല അള്ളാഹുവിൻ്റെ ആ സൃഷ്ടിപ്പിൻ്റെ കാലഘട്ടത്തിൽ. അത് അള്ളാഹുവിന് മാത്രം അറിയുന്ന സമയമാണ്, കാലമാണ്. പരിശുദ്ധ ഖുർആനിലും ബൈബിളിലും എല്ലാം തന്നെ ഈ 6 ദിവസം കൊണ്ടാണ് ഈ ഭൂമി ലോകം സൃഷ്ടിച്ചതെന്ന ചരിത്ര സത്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പർവ്വതങ്ങളെ അള്ളാഹു ആണിയായി സൃഷ്ടിച്ചിരിക്കുന്നു. ഈ ഭൂമിയുടെ ബാലൻസ് ആയിക്കൊണ്ട് പർവ്വതങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു. 21-ാം നൂറ്റാണ്ട് എത്തി നിൽക്കുമ്പോൾ പല പർവ്വതങ്ങളും ഇന്ന് തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വലിയ വലിയ കുന്നുകളെല്ലാം ഇടിച്ച് നിരപ്പാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വയലുകളിലെല്ലാം ഈ കുന്നുകൾ ഇടിച്ച് നിരപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. വലിയ വലിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ പാടം ഫില്ല് ചെയ്തുകൊണ്ട് വലിയ വലിയ ടൺ കണക്കിന് ഭാരം വരുന്ന ഫ്ലാറ്റുകളെല്ലാം നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ്. മനുഷ്യരാണ് ഇതെല്ലാം നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത്. അന്ത്യനാളിനെ കുറിച്ച് നാം ചർച്ച ചെയ്യുമ്പോൾ ഈ ഭൂമി ലോകത്താകമാനം 21-ാം നൂറ്റാണ്ടിൻ്റെ പിറവിയോടുകൂടി വലിയ വലിയ ഭൂചലനങ്ങളെ കൊണ്ട് ഭൂമിയെ കിടുകിട അള്ളാഹു വിറപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചൈനയിലും അഫ്ഗാനിസ്ഥാനിലും അതുപോലെ ഇന്ത്യയുടെ ഗുജറാത്തിലും ഹിമാലയ പർവ്വതം ഉൾപ്പെടുന്ന ഇന്ത്യയുടെ അതിർത്തിയിലും നേപ്പാളിലെല്ലാം തന്നെ വലിയ വലിയ ഭൂചലനങ്ങളെ കൊണ്ട് വിറപ്പിച്ചുകൊണ്ട് മനുഷ്യ സമൂഹത്തെ ഒന്നടങ്കം കിടുകിട വിറപ്പിച്ചു കൊണ്ടിരിക്കുന്നത് നാം ചാനലുകളിലൂടെയും മാധ്യമങ്ങളിലൂടെയും കണ്ടറിഞ്ഞുകൊണ്ടിരിക്കുന്ന നൂറ്റാണ്ടിലാണ്. എന്തുകൊണ്ടാണ് ഈ ഭൂമി ലോകത്ത് ഇത്തരം ദുരന്തങ്ങളും ഭൂചലനങ്ങളും തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നാം പരിശോധിക്കുമ്പോൾ അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ ലോകത്തെ ജനതയ്ക്ക് മുന്നറിയിപ്പായിക്കൊണ്ട്, സത്യവിശ്വാസികൾക്ക് മുന്നറിയിപ്പായിക്കൊണ്ട് സൂറത്ത് ഇസ്രായിലെ 58-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നു, അന്ത്യനാളിനു മുമ്പ്, അതായത് യഥാർത്ഥ ഖിയാമത്ത് നാളിനു മുമ്പ് ലോകത്ത് നശിപ്പിക്കപ്പെടാത്ത, കടുത്ത ശിക്ഷയ്ക്കിരയാക്കാത്ത ഒരു രാജ്യവും ഉണ്ടാകുകയില്ല. അത് ഈ വേദഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ട കാര്യമാണെന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. അതായത് യഥാർത്ഥ അന്ത്യനാൾ സംഭവിക്കുന്നതിനു മുമ്പ് തന്നെ ഈ ഖിയാമത്ത് നാളിന്റെ ലക്ഷണങ്ങൾ ശക്തമാകുന്നു. ഒന്നാമത്തെ ലക്ഷണമായിരുന്നു 1,24,000 ചില്ലുവാനും പ്രവാചകന്മാരിൽ അന്ത്യപ്രവാചകന്റെ ജനനം. അത് ആഖിർ സമാനിന്റെ
ഖിയാമത്ത് നാളിന്റെ ലക്ഷണമായിരുന്നു എന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത്. പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്, ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ലോക മാനവ സമൂഹത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഉണർന്നു പ്രവർത്തിക്കേണ്ട സമൂഹമാണ് സത്യവിശ്വാസികൾ. ദീനിൽ നിങ്ങൾ പരിപൂർണമായി പ്രവേശിക്കാൻ പരിശുദ്ധ ഖുർആൻ കൽപ്പിക്കുമ്പോൾ അപൂർണതയുണ്ട്, കേവല പൂർണതയുണ്ട്, പൂർണതയുണ്ട്. പരിപൂർണമായി നാം ദീനിൽ പ്രവേശിക്കണമെന്ന് അള്ളാഹു നമ്മോട് കൽപ്പിക്കുമ്പോൾ ഈ അന്ത്യനാളിനു മുമ്പുള്ള അള്ളാഹുവിന്റെ ശിക്ഷയും നാശവും ലോകത്ത് പലതരത്തിൽ ശക്തമായി കൊണ്ടിരിക്കുന്നു. വലിയ വലിയ കൊടുങ്കാറ്റുകൾ, ആദ്യമെല്ലാം ഈ നൂറ്റാണ്ടിൽ കൊടുങ്കാറ്റുകൾ ശക്തമായി ഈ ഭൂമി ലോകത്തെ വിറപ്പിച്ചത് അമേരിക്കയിൽ നിന്നാണ്. ഓരോ രാജ്യങ്ങളിലും മാറി മാറി പലതരം രൂപത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളും കൊടുങ്കാറ്റുകളും അതുപോലെ കടൽ തിരമാലകളും ചക്രവാത ചുഴികളെല്ലാം വന്നുകൊണ്ട് കാലാവസ്ഥ വ്യതിയാനം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഭൂമിയുടെ നിലനിൽപ്പ് അപകടത്തിലായിക്കൊണ്ടിരിക്കുന്നു. പർവ്വതങ്ങൾ മാത്രമല്ല ഇവിടെ മനുഷ്യർ ഇടിച്ചു തകർക്കുന്നത്. പർവ്വതങ്ങളുടെ മുകളിലും കൂറ്റൻ പാറക്കെട്ടുകളുടെ നടുവിലും ആയിരക്കണക്കിനടി കുഴൽ കിണർ താത്തിക്കൊണ്ട് ഭൂമിയെ മനുഷ്യർ ദ്രോഹിക്കുന്നു. ജലത്തിനു വേണ്ടിയാണ്, നമുക്ക് ന്യായീകരണമുണ്ട്. പക്ഷെ എല്ലാത്തിനും പരിധിയുണ്ട്, നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് അനധികൃതമായി ഇതെല്ലാം ചെയ്യുമ്പോൾ വിശ്വാസി എന്ന നിലയിലും മനുഷ്യൻ എന്ന നിലയിലും പൊതുപ്രവർത്തകർ എന്ന നിലയിലും ഇതിനെ പരിധിയിൽ ഒതുക്കി നിർത്തിക്കൊണ്ട് നിയമവിധേയമാക്കിക്കൊണ്ട് ഈ പ്രകൃതിയെ, ഈ ഭൂമിയെ, കടലിനെയും പുഴയെയും സംരക്ഷിക്കേണ്ട കടമ സത്യവിശ്വാസിക്കുണ്ടെന്നുള്ള കാര്യം നാം തിരിച്ചറിയണം സഹോദരങ്ങളെ. അങ്ങനെ ഭൂചലനങ്ങളെ കൊണ്ട് വിറപ്പിച്ചോടത്തെല്ലാം പതിനായിരക്കണക്കിന് ആളുകൾ മണ്ണടിയുകയും വലിയ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. മനുഷ്യർക്ക് നികത്താൻ കഴിയാതെ കെട്ടിപ്പൊക്കിയതെല്ലാം തന്നെ സെക്കൻഡുകൾ കൊണ്ട്, മിനിറ്റുകൾ കൊണ്ട് തകർന്നടിയുകയും വലിയ വലിയ സാമ്പത്തിക തകർച്ചയിലേക്ക് ലോകം എത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം അന്ത്യനാളിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ഇതിന്റെ കാരണം പരിശോധിച്ചാൽ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റൂമിലൂടെ അള്ളാഹു പറയുന്നു, മനുഷ്യകരങ്ങളുടെ പ്രവർത്തനങ്ങൾ മൂലമാണ് കരയിലും കടലിലും നാശം സംഭവിക്കുന്നത്. വിശ്വാസികളെ, നമുക്ക് മനസ്സിലായില്ലേ? ഈ നാശത്തിന്റെയും ശിക്ഷയുടെയും കാരണം മനുഷ്യകരങ്ങളുടെ പ്രവർത്തനമാണ്. പരിധി വിട്ടുകൊണ്ടുള്ള പ്രവർത്തനം, ദുഷിച്ച പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ് ഈ ഭൂമി ലോകത്ത് ഇത്തരം ദുരന്തങ്ങളും നാശങ്ങളും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഹൈറുള്ളയുടെ നാടായ കൊച്ചു കേരളത്തിൽ പെട്ടിമുടിയും കവളപ്പാറയും ഇപ്പോൾ വയനാട് മുണ്ടക്കയത്തും ഒക്കെ ഉണ്ടായ ആ ദുരന്തങ്ങൾ ചെറിയ ചെറിയ ഖിയാമത്ത് നാള് തന്നെയാണ് മരണപ്പെട്ടു പോയവർക്ക് സംഭവിച്ചിരിക്കുന്നത്. ആ പ്രദേശം ഒന്നടങ്കം ഒലിച്ച് കെട്ടിടങ്ങളും വീടുകളും കടകളും പള്ളികളൊക്കെ ഉൾപ്പെടെ തകർന്നടിയുന്നു. ലോകത്താകമാനം കിടുകിടാ ഭൂമിയെ വിറപ്പിക്കുമെന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 1400 ചില്ലുവാനം വർഷങ്ങൾക്ക് മുമ്പ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഴി നമ്മെ പഠിപ്പിച്ച ആ നാശത്തിന്റെ അനുഭവസ്ഥരായി നാം ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് കൊണ്ടറിവില്ലെങ്കിലും ധാരാളം കണ്ടറിവുകൾ മനുഷ്യൻ നേടിയെടുത്തുകൊണ്ടിരിക്കുന്നു. ഇതിന് പരിഹാരം എന്താണ്? മനുഷ്യർ തന്നെ സൽക്കർമ്മങ്ങളിൽ മത്സരിച്ചുകൊണ്ട് മുന്നേറണം. ഇതാണ് ഇതിന്റെ പ്രതിരോധം. സ്വന്തം സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അള്ളാഹുവിന്റെ സഹായം എളുപ്പമാകുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ ഗുഹയിൽ അകപ്പെട്ട ഗുഹാവാസികളായ യുവാക്കളുടെ ചരിത്രം പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. സ്വന്തം സൽക്കർമ്മം മുൻനിർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഗുഹയിൽ ആ പാറക്കല്ല് വന്നടഞ്ഞ് ഗുഹയിൽ അകപ്പെട്ട വിശ്വാസികളെ അള്ളാഹു രക്ഷിക്കുന്ന ചരിത്രം പരിശുദ്ധ ഖുർആന്റെ ചരിത്ര സത്യമാണ്. ഇതാർക്കാണ് നിഷേധിക്കാൻ കഴിയുക? 21-ാം നൂറ്റാണ്ടിലും ഇതുപോലുള്ള അള്ളാഹുവിന്റെ കഠോരമായ ശിക്ഷയും നാശവും ഭൂമിയെ കിടുകിടാ വിറപ്പിച്ചുകൊണ്ട് ഭൂചലനങ്ങളും നാശങ്ങളും ദുരന്തങ്ങളും സംഭവിക്കുമ്പോൾ നമ്മുടെ കൊച്ചുമക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ വൃദ്ധരായ മാതാപിതാക്കളെയും സംരക്ഷിക്കേണ്ട ബാധ്യത നാം ഓരോരുത്തർക്കുമുണ്ടെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വന്തം സൽക്കർമ്മങ്ങളെ മുൻനിർത്തി പ്രാർത്ഥിക്കുവാൻ നാം തയ്യാറാകണം. ഇത് ഒന്നാം പ്രമാണത്തിന്റെ തെളിവാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇത്തരം ദുരന്തങ്ങളും നാശങ്ങളും
മാരകമായ രോഗങ്ങളെ കൊണ്ട് മനുഷ്യർ നശിക്കുമ്പോൾ സുന്നത്ത് നമസ്കരിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് നിന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. മറ്റ് നമസ്കാരങ്ങളൊക്കെ കൂട്ടമായി നിർവഹിക്കുമ്പോൾ ദുരന്തങ്ങളും നാശങ്ങളും സംഭവിക്കുമ്പോൾ നാം ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കണം. ഇതാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ. മഴയെ തേടി നമുക്ക് ഒരുമിച്ച് നമസ്കരിക്കാം. പക്ഷേ ഭൂചലനങ്ങളും പ്രകൃതി ദുരന്തങ്ങളും ഉരുൾപൊട്ടലുകളും തുടർച്ചയായി സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം മനുഷ്യരെയും ബാധിക്കുകയാണ്, വിശ്വാസികളെയും ബാധിക്കുന്നു, പരിപൂർണ മോമിനീങ്ങളെപ്പോലും ബാധിക്കുന്നു. അങ്ങനെ എല്ലാ ദുരന്തങ്ങളും നാശങ്ങളും എല്ലാവരെയും ബാധിച്ചു കൊണ്ടിരിക്കുന്ന ഈ 21-ാം നൂറ്റാണ്ടിൽ സത്യവിശ്വാസികളും ലോകത്തെ എല്ലാ നല്ല മനുഷ്യരും ഭരണകർത്താക്കളും ഉണർന്ന് പ്രവർത്തിക്കണം. ഉണർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ ഭാവി തലമുറയ്ക്കും നമുക്കും ജീവിക്കാൻ കഴിയുകയുള്ളൂ. മരണമാകുന്ന സത്യത്തെ നാം രുചിച്ചറിയുക തന്നെ ചെയ്യും പല രൂപത്തിലും. ഇന്ന് എന്തെല്ലാം വ്യാധികളാണ്, മാരകമായ വൈറസുകളെ കൊണ്ട് എണ്ണിയാൽ ഒടുങ്ങാത്ത രോഗങ്ങൾ പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൽ പ്രത്യേകിച്ചും രോഗദുരന്തങ്ങളെ കൊണ്ട് തന്നെയാണ് മനുഷ്യരെ ശിക്ഷിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കൊറോണ വൈറസിന്റെ ആ ഭീകര താണ്ഡവം മൂലം ലോകം തന്നെ വിറങ്ങലിച്ചുപോയി. ലോകം മുഴുവൻ ഭയപ്പെട്ടു. മാസ്ക് വെച്ചുകൊണ്ട് ശ്വസിക്കാനുള്ള ആ ശ്വാസം പോലും മനുഷ്യന് സ്വതന്ത്രമായി ശ്വസിക്കാൻ കഴിയാത്ത തരത്തിൽ അള്ളാഹുവിന്റെ ആ നാശവും ശിക്ഷയും പിടികൂടിയപ്പോൾ മനുഷ്യർ ഒന്നടങ്കം ശ്വാസം മുട്ടി ജീവിച്ചു. ഈ വൈറസ് ബാധ ഏറ്റ ആളുകളെല്ലാം തന്നെ ലോക്ക്ഡൌണിലും ക്വാറന്റൈനിലും ഒക്കെ താമസിച്ചുകൊണ്ട് ഒറ്റപ്പെട്ട ജീവിതം നയിക്കേണ്ട അവസ്ഥ വന്നു. രോഗം മൂർജിച്ച് മരണത്തിന് തുല്യമായ അവസ്ഥ തരണം ചെയ്ത ആളുകളോട് ചോദിച്ചു നോക്ക്, അവരുടെ അവസ്ഥ എന്താണ്? മയ്യത്ത് പോലും കബറടക്കാൻ ആരുമില്ലാത്തൊരവസ്ഥ. ആരോഗ്യ പ്രവർത്തകർ വന്ന് മയ്യത്ത് കബറടക്കുകയും ഉറ്റവരും ഉടയവരുമെല്ലാം മാറി നിന്ന് നോക്കിക്കാണുകയും ചെയ്യുന്ന ഒരവസ്ഥയും നമുക്ക് എത്തിയില്ലേ? വിശ്വാസികളെ നാം ഉണർന്ന് പ്രവർത്തിക്കേണ്ടേ? ഈ മാനവ ജനതയുടെ സംരക്ഷണത്തിനും സത്യവിശ്വാസികളുടെ ഐക്യത്തിനും സംരക്ഷണത്തിനും വേണ്ടി ആരാണ് ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്? ഈ ഉത്തമ സമുദായമായ നമ്മൾ തന്നെയല്ലേ? നമ്മുടെ മഹല്ലുകളിലും അതുപോലെ തന്നെ നമ്മുടെ ജില്ലയിലും നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും പ്രവർത്തിക്കേണ്ട കടമ ഓരോ സത്യവിശ്വാസികൾക്കും ഉണ്ടെന്നുള്ള കാര്യം നാം തിരിച്ചറിയണം. വരാൻ പോകുന്ന വർഷങ്ങളിലെല്ലാം തന്നെ അള്ളാഹുവിന്റെ ശിക്ഷയും നാശവും കഠോരമാകാൻ പോകുന്നു. ഭൂജലങ്ങളെ കൊണ്ട് ഭൂമി ലോകമാകെ കിടുകിടാ വിറപ്പിക്കും. ഇത് പരിശുദ്ധ ഖുർആന്റെ സത്യമാണ്. ഇതാ സിൽസിലത്തുൽ അർളു സിൽസാലഹാ, ഭൂമിയെ നാം ഇങ്ങനെ കിടുകിടാ വിറപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഭൂമി ലോകത്താകെ തുടർച്ചയായ ഭൂജലങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ഇവിടെ കോടാനുകോടി വിശ്വാസികൾ മുസ്ലിങ്ങൾ ലോകത്തും നമ്മുടെ രാജ്യത്തും നമ്മുടെ കൊച്ചു കേരളത്തിലും ദശലക്ഷക്കണക്കിന് വിശ്വാസികൾ ഉണ്ടായിരുന്നിട്ടും അവസാനത്തെ മുജദ്ദിദിന് വേണ്ടി നമ്മൾ കളമൊരുക്കുവാൻ ഐക്യപ്പെടുവാൻ പോലും തയ്യാറില്ലാത്ത ഒരവസ്ഥയിലാണ് മുസ്ലിം സമുദായം എത്തിപ്പെട്ടിരിക്കുന്നത്. ഇതിന് മാറ്റം വന്നം. ഇതൊരു ഇസ്ലാമിക ആത്മീയ ചാനലായിട്ട് യൂട്യൂബ് രംഗത്ത് തുടങ്ങുമ്പോൾ ഈ ശബ്ദം ശ്രവിക്കുന്ന സത്യവിശ്വാസികൾ ലൈക്ക് ചെയ്യണം, ഇത് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങളിലുള്ള പോരായ്മകളും കുറ്റങ്ങളും ചൂണ്ടിക്കാണിച്ച് മാന്യമായി തിരുത്തണം. ഇത് ഞങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ല, മുഴുവൻ സത്യവിശ്വാസികൾക്കും നല്ല മനുഷ്യന്മാർക്കും ഈ ഭൂമി ലോകത്ത് സുന്ദരമായി ജീവിക്കുവാനും മനസ്സമാധാനത്തോടുകൂടി നമുക്ക് കുടുംബം നോക്കുവാനും കച്ചവടം ചെയ്യുവാനും കൃഷി ചെയ്യുവാനും തൊഴിലെടുക്കുവാനും അധ്യാപനം നടത്തുവാനും വിദ്യാർത്ഥികളെ മതവിദ്യാഭ്യാസം കൊടുക്കുവാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള നാടാണ് നമ്മുടെ കൊച്ചു കേരളവും നമ്മുടെ രാജ്യവും. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് നാം ഉണർന്ന് പ്രവർത്തിക്കണം. ഇനി വരാൻ പോകുന്ന വർഷങ്ങൾ ഇത് ശക്തമാകുമെന്ന് വിനീതൻ പറയുന്നതല്ല. സൂറത്ത് തൗബ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. വത്തറബ്ബസു, നിങ്ങൾ കരുതിയിരുന്നു കൊള്ളുക, ഹത്താ യഅതി അല്ലാഹു അംരിഹി, അല്ലാഹുവിന്റെ കഠോരമായ ശിക്ഷയെ നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക. ആയത്തിന്റെ ആദ്യം അല്ലാഹു പറയുന്നുണ്ട്, നബിയെ തങ്ങൾ പറയുക, നിങ്ങളുടെ മാതാപിതാക്കള്, ഭാര്യ സന്താനങ്ങള്, ബന്ധുമിത്രാദികള് നിങ്ങൾക്ക് നഷ്ടം സംഭവിച്ചു പോകുമോ എന്ന് ഭയപ്പെടുന്ന കച്ചവടങ്ങള്, നാം കെട്ടിപ്പൊക്കിയ മണിമന്ദിരങ്ങളൊക്കെയാണ് വലുതെങ്കിൽ ഏതിനേക്കാൾ അള്ളാഹുവിനേക്കാളും
റസൂലിനേക്കാളും അവന്റെ മാർഗത്തിലുള്ള ധർമ്മത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെക്കാളും വലുത് എങ്കിൽ നിങ്ങൾ കരുതിയിരുന്നു കൊള്ളുക. കഠിന കഠോരമായ ശിക്ഷയെ കാത്തിരുന്നു കൊള്ളുക എന്ന് അള്ളാഹു താക്കീത് നൽകിയിരിക്കുന്നു. 1400 ചില്ലുവാനും വർഷങ്ങൾക്ക് മുമ്പ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഴി നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഇന്ന് നമുക്കെല്ലാത്തിനും ധൃതിയാണ്. ഇന്ന് നമുക്ക് സമയം പോരാ. വർഷങ്ങൾ മാസങ്ങളാകുന്നു, മാസങ്ങൾ ആഴ്ചകളാകുന്നു, ആഴ്ചകൾ ദിവസങ്ങളാകുന്നു, ദിവസങ്ങൾ മണിക്കൂറുകളായി നമ്മളിൽ നിന്നും ഓടിയാകുന്നുകൊണ്ടിരിക്കുമ്പോൾ സൂറത്തുൽ സുമറിലൂടെ അള്ളാഹു പറയുന്നുണ്ട്, ശിക്ഷ വന്നെത്തുന്നതിനു മുമ്പായി നിങ്ങൾ അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കുക. അല്ലാത്ത പക്ഷം ശിക്ഷ ഇറങ്ങി വരും. ശിക്ഷ ഇറങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സഹായം പോലും ഉണ്ടാകുകയില്ല എന്നാണ് നമ്മളുടെ ഇമാമായ പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരിമാരെ, ന്യൂ ജനറേഷൻ മക്കളെ, നാം അള്ളാഹുവിന്റെ വചനങ്ങളെ തള്ളിക്കളയരുത്. ശിക്ഷ ലോകത്താകമാനം ശക്തമായി കൊണ്ടിരിക്കുന്ന വേളയിലും നമ്മൾ അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കുന്നില്ല. നമുക്കുള്ള അറിവനുസരിച്ച് നാം ആരാധനാ അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്നില്ല. നാം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന അകംകെലിമ, ഹൃദയത്തിൽ ഉറപ്പിക്കേണ്ട കെലിമ നാം ഉറപ്പിക്കുന്നില്ല. ഇതെല്ലാം നമ്മളുടെ പോരായ്മയാണ്. ഈ കുറവുകളും ഈ പോരായ്മകളും പരിഹരിച്ചുകൊണ്ട് വരാൻ പോകുന്ന വർഷങ്ങളിൽ ജാഗ്രതയോടുകൂടി ജീവിക്കേണ്ടവരാണ്. മോമിനീങ്ങളെ, നാം ചിന്തിക്കുക. ചിന്തിക്കുന്നവർക്ക് അള്ളാഹു ദൃഷ്ടാന്തങ്ങൾ തുറന്നു തരുമെന്ന് പരിശുദ്ധ ഖുർആനിന്റെ പല സൂറത്തുകളിലൂടെയും അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നു. നാം ചിന്തയുള്ളവരാകണം, നമ്മൾ നല്ല ഓർമ്മയുള്ളവരാകണം, നല്ല ബുദ്ധിയുള്ളവരാകണം. എങ്കിൽ മാത്രമേ നമുക്ക് ഉണർന്ന് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. വയനാട് ദുരന്തങ്ങളിൽ കണ്ടില്ലേ, നമ്മളെല്ലാവരും വീട്ടിലിരുന്ന് TV ചാനലിലൂടെയും മൊബൈലിലൂടെയും ആ നാശവും ആ ദുരന്തവും കണ്ടറിയുമ്പോൾ ജീവൻ പണയം വെച്ചുകൊണ്ട് പട്ടാളവും അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും യുവജനങ്ങളായ ആളുകളെല്ലാം തങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ പോലും ഇറങ്ങി വന്നുകൊണ്ട് അവിടുത്തെ അകപ്പെട്ടിരിക്കുന്ന ആ മൃതശരീരങ്ങളെ തോണ്ടിയെടുക്കുവാൻ, അതുപോലെ അപകടത്തിൽപ്പെട്ട മനുഷ്യജീവനുകളെയൊക്കെ രക്ഷിക്കുവാൻ 100 കണക്കിന് ആളുകളെ രക്ഷിച്ചു. ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇൽമിൽ മുആമലയുടെ പ്രവർത്തനമാണ്, സാമൂഹിക ബാധ്യതയുടെ പ്രവർത്തനമാണ്. ഇത് സ്വാർത്ഥ ലക്ഷ്യത്തിനു വേണ്ടിയും അതുപോലെ സമ്പത്തിനോട് ആർത്തി പീഡിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്കും ഈ സാമൂഹിക പ്രവർത്തനം ഏറ്റെടുക്കാൻ കഴിയുകയില്ല. പക്ഷേ കഴിക്കാൻ ആഗ്രഹമില്ലാതെ ജീവിക്കാൻ തൊഴിലില്ലാത്ത ആ ചെറുപ്പക്കാരെല്ലാം തന്നെ ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിൽ ഉണർന്ന് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ നാടുകളിലും നമ്മുടെ സംസ്ഥാനത്തും ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ പരസ്പരം സഹായിക്കുവാൻ, സാമ്പത്തികമായും ശാരീരികമായും സഹായിക്കുവാൻ നാം തയ്യാറാകണം. ഈ വിനീതൻ കേവലം ആദർശം പറയുന്നതല്ല. 2018 പ്രളയത്തിൽ സ്വന്തം ആഹാരമോ പാനീയമോ കുടിക്കാതെ അകപ്പെട്ട 10,000-കണക്കിന് ആളുകൾ എറണാകുളം ജില്ലയിലും ആലുവ UC കോളേജിലും ക്യാമ്പുകളിലും അതുപോലെ സ്കൂളുകളിലും പള്ളികളിലും ചർച്ചുകളിലും അമ്പലങ്ങളിലെല്ലാം തന്നെ ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ മനുഷ്യർ ചേക്കേറി ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവരെ സഹായിക്കുവാൻ ദിവസങ്ങളോളം ക്ലബിലുള്ള ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ ഉള്ള ആളുകളുമായി കൂടി ചേർന്നുകൊണ്ട് ദിവസങ്ങളോളം പ്രവർത്തിച്ചിരുന്നു. വെള്ളത്തിൽ മുങ്ങിക്കഴിയുന്ന ഒറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശത്ത് ടിപ്പർ എത്താത്തത് കൊണ്ട് എൻ്റെ സുഹൃത്തിൻ്റെയൊക്കെ ടോറസുകളിലാണ് ഞങ്ങൾ ആഹാരവും കുടിവെള്ളവും എത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സൽക്കർമ്മങ്ങൾ സാമൂഹിക നന്മയ്ക്ക് വേണ്ടി പറയുന്നതാണ്. വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയരുത് എന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത് ശരി തന്നെ. പക്ഷെ പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ പ്രവർത്തിക്കാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് ഉപദേശിക്കരുത്. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് സഫ് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ പ്രവർത്തിക്കാത്ത ആദർശങ്ങൾ മറ്റുള്ളവരോട് പ്രസംഗിച്ചാൽ അല്ലെങ്കിൽ ഉപദേശിച്ചാൽ അത്തരക്കാരോട് അള്ളാഹു ഏറെ കോപിഷ്ഠനാണെന്നും നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, പലതരത്തിലുള്ള ദുരന്തങ്ങൾ നമ്മെ പിടികൂടാൻ പോകുന്നു. മാരകമായ രോഗങ്ങൾ ഒരു ഭാഗത്ത്, പ്രകൃതി ദുരന്തങ്ങളും
ഭൂചലനങ്ങളും ചുഴലിക്കാറ്റുകളും ഒരു ഭാഗത്ത് ഇത് ഭയങ്കരമായ തോതിൽ ലോകത്താകമാനം കിടുകിടാ വിറപ്പിച്ചുകൊണ്ട് 25 അവസാനവും 2026 27 തുടക്കത്തിലെല്ലാം തന്നെ ഒരു മനുഷ്യനും സംരക്ഷിക്കാൻ കഴിയാത്ത രൂപത്തിൽ ഒരു ഭരണകർത്താക്കളും കോടാനുകോടി മനുഷ്യരെ സംരക്ഷിക്കാൻ കഴിയാത്ത തരത്തിൽ പരാജയപ്പെടുമ്പോൾ നാം ഉണർന്നു പ്രവർത്തിച്ചാൽ ആ ദുരന്തങ്ങളിലും നാശങ്ങളിലും ഭരണകൂടങ്ങളെ സഹായിക്കാൻ കഴിയും. അതുപോലെ തന്നെ മനുഷ്യജീവനെ രക്ഷിക്കാൻ കഴിയുമെന്ന് പൊതുജനങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്താകമാനം ഇത്ര ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ജാതിമത രാഷ്ട്രീയ ശത്രുത വെടിഞ്ഞുകൊണ്ട് മനുഷ്യർ ഒറ്റക്കെട്ടായി ഐക്യപ്പെട്ട് പ്രവർത്തിക്കുന്ന നാടാണ് ഹൈറുള്ളയുടെ നാടായ കൊച്ചു കേരളം. ദൈവരാജ്യം എന്നറിയപ്പെടുന്ന കൊച്ചു കേരളം. സത്യവിശ്വാസികളെ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാട് നാവുകൊണ്ട് പറഞ്ഞ ഹൈറുള്ളയുടെ നാട് കേരളത്തെ നാം സംരക്ഷിക്കണം. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒന്ന് എടുത്തു നോക്ക്. കടലോര പ്രദേശത്ത് ഇന്ത്യ ഭൂപടത്തിൽ അല്ലെ കേരളത്തിന്റെ ഭൂപടം അറബിക്കടലിനോട് ഇങ്ങനെ ഓരം ചേർന്ന് കിടക്കുകയാണ്. ഒരു വാലറ്റം പോലെ കിടക്കുകയാണ്. എന്തും സംഭവിക്കാം. ഇനിയുള്ള കാലഘട്ടം അങ്ങനെയാണ്. അതുകൊണ്ട് സത്യവിശ്വാസികളെ, നാം ഉണർന്ന് പ്രവർത്തിക്കണം. ഉണർന്ന് പ്രവർത്തിച്ചേ പറ്റൂ. അതുകൊണ്ട് അതിന് നാം തയ്യാറാകണമെന്ന സന്ദേശമാണ് ഈ കൊച്ചു ചാനൽ വഴി ഞങ്ങൾ എത്തിക്കുന്നത്. ഈ ദൗത്യം സത്യവിശ്വാസികളും നല്ല മനുഷ്യന്മാരും ഏറ്റെടുക്കണം. നാം ജാഗ്രത പാലിച്ചുകൊണ്ട് നമ്മുടെ സ്വയം ജീവൻ സംരക്ഷിക്കുവാനും മറ്റുള്ളവരുടെ അയൽവാസികളുടെ ഉൾപ്പെടെ ജീവൻ സംരക്ഷിക്കുവാൻ നാം തയ്യാറാകണം. സ്വാർത്ഥത വെടിഞ്ഞുകൊണ്ട് സാമ്പത്തികമായി പിശുക്ക് മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അർപ്പിക്കാൻ തയ്യാറാകണം. അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കുവാൻ തയ്യാറാകണം. ഇല്ല എങ്കിൽ താങ്ങാൻ വയ്യാത്ത പരീക്ഷണങ്ങൾ കൊണ്ട് അള്ളാഹു നമ്മെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഇത് പരിശുദ്ധ ഖുർആന്റെ സത്യമാണ്. അതുകൊണ്ട് ഈ അന്ത്യനാള് അല്ലെങ്കിൽ ലോകാവസാനത്തെക്കുറിച്ച്, അന്ത്യനാളിനു മുമ്പുള്ള അള്ളാഹുവിന്റെ ശിക്ഷയെയും കുറിച്ചും നാശത്തെക്കുറിച്ചും നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. മനുഷ്യരിലും മലക്കുകളിലും പെട്ട ആളുകളെ ദൂതന്മാരായി തെരഞ്ഞെടുക്കുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ശാപവും മലക്കുകളുടെ ശാപവും മനുഷ്യരുടെ ശാപവും ഏറ്റുവാങ്ങാതെ നാം ശാപമുക്തി നേടിക്കൊണ്ട് നല്ലൊരു നാളേക്ക് വേണ്ടി വിശ്വാസികളെ ഉണർന്ന് പ്രവർത്തിക്കണം. ഈ ചാനൽ വഴി ഇനി സമുദായ ഐക്യത്തിന് വേണ്ടിയുള്ള അറിവിന്റെ ചർച്ചകളുണ്ടാകും. ഇസ്ലാമിലെ ശരിയായ ആത്മീയത അത് ഒരു ഭാഗത്തേക്കും ചാഞ്ഞു നിൽക്കാതെ നേരായ മാർഗത്തിലൂടെ ഞങ്ങൾ ആ നിഷ്പക്ഷമായ ആത്മീയ വിജ്ഞാനം ഈ ചാനൽ വഴി കേരളത്തിനും രാജ്യത്തിനും ലോകത്തും എത്തിക്കുന്നതാണ്. വിഷയം തൽക്കാലം ചുരുക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ അലി സയ്യിദിനാ മുഹമ്മദ്. റഹ്മാനും റഹീമായ നാഥ, രാജസയ്യിദായ തമ്പുരാനെ, ലോകത്ത് ബാധിച്ചുകൊണ്ടിരിക്കുന്ന അതാപുകൾ, മാരകമായ രോഗങ്ങൾ, അപകടങ്ങൾ, അപകട മരണങ്ങൾ, ദുരന്തങ്ങൾ, നാശങ്ങൾ, ജലപ്രളയങ്ങളെല്ലാം വരുമ്പോൾ ഞങ്ങളെയും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെയും നല്ല മനുഷ്യന്മാരെയും അള്ളാഹുവെ നീ ഞങ്ങളെ സംരക്ഷിക്കണം റഹ്മാനെ. ഞങ്ങളെ സഹായിക്കണം റഹ്മാനെ. ഞങ്ങളുടെ മനസ്സുകൾക്ക് ശാന്തി നൽകണം റഹ്മാനെ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ശാന്തിയും സമാധാനം നൽകണം റഹ്മാനെ. സാമ്പത്തികമായ ക്ലേശങ്ങളെ കൊണ്ടും സ്ഥലവും വീടുമില്ലാതെ ക്ലേശങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന വിശ്വാസി സഹോദരങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നല്ല ഭവനം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഭൂമി നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളെ താങ്ങാൻ വയ്യാത്ത പരീക്ഷണങ്ങളെ കൊണ്ട് നീ പരീക്ഷിക്കില്ലേ റഹ്മാനെ. ഞങ്ങൾ സംസാരിച്ചതും കേട്ടതുമായ എല്ലാ കാര്യങ്ങളും റഹ്മാനെ മീസാൻ എന്ന തുലാസിൽ കനം തൂങ്ങുന്ന അമലാക്കണം റഹ്മാനെ. ഞങ്ങളുടെ ആക്കിബത്ത് നന്നാക്കി തീർക്കണം റഹ്മാനെ. ഞങ്ങളെ ഇരുലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. സല്ലല്ലാഹു തആല വസല്ലം അലൈഹി വസല്ലം. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ. സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.